ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതാ ഞാൻ റെഡിയായി പോകുന്നത് കൾച്ചറാണ് കേട്ടോ. അപ്പോൾ കൾച്ചറിൽ റെഡിയായി പോവുകയാണ്. കോളേജിൽ എത്താൻ പറഞ്ഞു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. ആരും ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ താമസിച്ചിറങ്ങിയത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ 8 മണി ആയിട്ടോ. കോളേജിൽ വന്നപ്പോൾ അവർ പ്രാക്ടീസിങ്ങിലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം കോളേജിൽ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബസ് വന്നത്. ഞങ്ങളെല്ലാവരും ബസ് കയറി. കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ, കൾച്ചറിനൊക്കെ ഉള്ളത്. എല്ലാം അവർ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. പൂവൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ ബസ്സിൽ. 2-3 ട്രിപ്പായിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഞങ്ങളൊരു ഹോള്, എനിക്ക് തോന്നുന്നത് ദിവ്യരൂപ എന്ന ഹോളിൻ്റെ പേരെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റോ അത്രയെങ്ങാണ്ടും ഉണ്ട് ട്രാവലിങ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഈ ട്രിപ്പിൽ വരും. കുറച്ച് ഫ്രണ്ട്സ് ഫസ്റ്റ് ട്രിപ്പിൽ പോയി. ഇനി 3rd ട്രിപ്പ് കൂടെ ഉണ്ട്. അതിൽ കുറച്ച് ഫ്രണ്ട്സ് വരും കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പ്രാക്ടീസ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ച് പേര് അവിടെ ഹോളിൽ ചെന്നിട്ട് മേക്കപ്പ് ഇടും. പിന്നെ അതാ ഞങ്ങളുടെ കയ്യിൽ ട്രോഫിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ട്രോഫി അഴിച്ചു എന്ന്. എന്നിട്ട് മാം അത് വാങ്ങിച്ചില്ല, ഞങ്ങളോട് തന്നെ വരാൻ പറഞ്ഞു കേട്ടോ ഹോളിട്ട്. അങ്ങനെ ഞങ്ങൾ ട്രോഫി കയ്യിലെടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോള്. ഇതിന് മുന്നേ ഇവിടെ വെച്ചിട്ട് ഫ്രഷേഴ്സ് പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഹോളുമായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പരിചയമുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സീറ്റ് അറേഞ്ച്മെൻറ്റ് കിട്ടിയില്ല. പിന്നെ അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ പിന്നെ കിട്ടിയിട്ടോ, അവസാന സ്ഥലം കിട്ടി. അവിടെ കുറച്ച് നേരം നമ്മൾ ബോറടിച്ചു. അപ്പം വിചാരിച്ചു ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ എല്ലാവരും ഉണ്ടാക്കി വെച്ച സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അവരപ്പുറത്ത് നിന്ന് ഫോട്ടോ സെക്ഷൻ ആരംഭിച്ചു. ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ, വയ്യായിരുന്നു, അതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല. ഇന്നലെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് വൈകിയ വന്ന് കിടന്നപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരാളെ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. വേറൊരാൾ അപ്പുറത്ത് ഇപ്പം ഉണ്ട്. പിന്നെ ഇതാ എല്ലാവരും പാട്ടൊക്കെ പാടി പഠിക്കുകയാണ് കേട്ടോ. ഇത് അകത്തുനിന്നുള്ള കാഴ്ചയാണ്. പിന്നെ ഒരാൾക്ക് മേക്കപ്പ് ഇടുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ട് ചേട്ടനൊന്നും പറഞ്ഞില്ല. നല്ല രസമുണ്ടല്ലോ മേക്കപ്പ് ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഏതാ ടീമെന്നൊന്നും അറിയാൻ പാടില്ല. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് അകത്ത് കണ്ടപ്പോൾ ഇതായതാണ്, എടുത്താണ് കേട്ടോ. പിന്നെ ടീച്ചേഴ്സൊക്കെ വന്നു. 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പ്രോഗ്രാം തുടങ്ങിയത്. എല്ലാവരും കൂടെ ടീച്ചേഴ്സൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങളിപ്പോഴും ബോറടിച്ചിരിക്കുകയാണ് കേട്ടോ. പ്രോഗ്രാം തുടങ്ങുന്നേ ഉള്ളൂ. മാം ഇങ്ങനെ സ്പീച്ച് വേണമെന്നൊക്കെ ചോദിക്കായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് വേണ്ട, നേരിട്ട് പ്രോഗ്രാം തുടങ്ങിക്കോളാൻ. അങ്ങനെ പ്രോഗ്രാം തുടങ്ങി കേട്ടോ. ഫസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു സോളോ ഡിവോഷണൽ സോങ് ആയിരുന്നു എന്ന്. എല്ലാവരും നന്നായിട്ട് പാടിയിട്ടോ. എല്ലാവരും കന്നഡ പാട്ട്, ചില ചേട്ടന്മാർ മാത്രം മലയാളം പാടിയത് കേട്ടോ. കന്നഡ പാട്ട് കേട്ടിട്ട് മനസ്സിലായൊന്നുമില്ല അങ്ങനെ. എന്തൊക്കെയോ കുറച്ച് മനസ്സിലായി. ഈ ചേട്ടനാണ് കേട്ടോ ഫസ്റ്റ് എഴുതി. ചേട്ടൻ നന്നായിട്ട് പാടിയിട്ട് ഭയങ്കര ഇഷ്ടമായി. പേരെനിക്കറിയത്തില്ല, ഈ ചേട്ടനെ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവളുടെ പേര് സ്നേഹ എന്നാട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിലാണ് പഠിക്കുന്ന ഒരു കൃഷ്ണൻ്റെ പാട്ടാട്ടോ പാടിയത്. സോളോ ഡിവോഷണൽ എല്ലാവരും തന്നെ നന്നായിട്ട് പാടിയായിരുന്നു. മലയാളം പാട്ട് പാടിയത് ഈ ചേട്ടൻ മലയാളം പാട്ടാട്ടോ പാടിയത്. ഈ ചേട്ടൻ്റെ ഇതായിരുന്നു ലാസ്റ്റ് സോളോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് കാണാൻ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നേട്ടോ. പാട്ടൊക്കെ കേട്ട് കുറേ നമുക്ക് ബോറടിക്കും. നമുക്കറിയാത്ത ഭാഷയും കൂടി ആകുമ്പോൾ എനിക്ക് ബോറടിച്ചായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ ഇരുന്നവർക്കും ബോറടിച്ചായിരുന്നു. ഡാൻസ് തുടങ്ങിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്, കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഏറ്റവും നന്നായിട്ട് കളിച്ച ടീമിന് നേരിട്ട് ചെന്ന് മാം കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നു, ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ. ഏറ്റവും നന്നായിട്ട് കളിച്ച ടീമിന് അപ്പം തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു കേട്ടോ. സ്കൂളിൽ ഇത് ഞങ്ങളുടെ ചെയർമാൻ്റെ വൈഫാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് സോങ് ആയിരുന്നു. ഇത് മലയാളികളാണ് കേട്ടോ. ബാക്കി എല്ലാം കന്നഡാസാണ്. അവരുടെ പാട്ടാണ് കേട്ടോ പാടിയത്. നല്ല രസമുണ്ടായിരുന്നു എന്നാലും കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഗ്രൂപ്പാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പാണ്, ബാക്കി ഒന്നും അറിയത്തില്ല. പിന്നെ സോളോ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇത് ദേവിക ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. സോളോ ഡാൻസും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ടീമിൻ്റെ പെർഫോമൻസിനായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അതാണല്ലോ കൂടുതൽ കണ്ടത് പ്രാക്ടീസൊക്കെ. അപ്പോൾ അത് ഫുൾ ഫൈനൽ എത്തിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് ചെയ്തു കേട്ടോ. എല്ലാവരുടെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് സോളോവിനേക്കാളും ഗ്രൂപ്പ് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. സോളോ കൊള്ളുന്നല്ല, എനിക്ക് കുറച്ചുകൂടെ ബോറടിക്കാതെ കണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ ടീച്ചേഴ്സായാലും സാറായാലും നന്നായിട്ട് അവരുടെ ഗ്രൂപ്പിനല്ലാതെ നല്ലതായിട്ട് കാണിക്കുന്ന എല്ലാവരും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ അവിടുത്തെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ ഞാനായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരുടെയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നല്ല പോർഷൻസ് വരുമ്പോൾ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ട് എടുത്ത വീഡിയോ ഒന്ന് അയക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കുറേ പേരുടെ പെർഫോമൻസ് നമുക്ക് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. എന്ന് വെച്ചാൽ ചിലർക്ക് കൊറിയോഗ്രാഫറിനൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കിയായിരുന്നു. ചില ടീംസ് കൊറിയോഗ്രാഫറിനെ വെക്കാതെ തന്നെ ഡാൻസ്
ഡാൻസൊക്കെ തന്നെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇതായി. എല്ലാവരും അപ്പോൾ നന്നായിട്ട് ചെയ്ത് അങ്ങനെ അവരെ ഇങ്ങനെ പ്രശംസിച്ചു കേട്ടോ. ഇങ്ങനെ കൊറിയോഗ്രാഫർ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരെയും ഒരേപോലെ ഞെട്ടിച്ച ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരെണ്ണം ഇതാണ് കേട്ടോ. ഇത് നമ്മൾ മറ്റേ കാന്താരയിലെ ആ ഒരു വരാഹരൂപം ആ പാട്ടില്ലേ അത് വെച്ചിട്ട് ആ ഒരു ഇതിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയിട്ട് ഇത് ശരിക്കും വന്നപ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ചേട്ടനായാലും ടീമായാലും ഫുൾ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് തന്നെ ഒരു ഒറിജിനാലിറ്റി തന്നെ കൊണ്ടുവരാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികളായാലും അതുപോലെ ടീച്ചേഴ്സായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് കേട്ടോ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാവരും അതിലുള്ള ടീം വർക്കായാലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഫോക്ക് ഡാൻസ് ആയിരുന്നു കേട്ടോ. ഫോക്ക് ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റേ പെർഫോമൻസ് ഒന്നും കൂടെ വേണമെന്ന് മാം പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ പെർഫോമൻസ് ഒന്നുകൂടെ ചെയ്തു. പിന്നെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും വിളിച്ചു വരുത്തി ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ടീച്ചേഴ്സും അവരുടെ ഒപ്പം ഡാൻസ് കളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ടീച്ചേഴ്സും അവരുടെ ഒപ്പം ഡാൻസ് കളിച്ചു. ആ പാട്ട് വീണ്ടും ഇട്ട് കൊടുത്ത് അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു. അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ അടുത്ത പെർഫോമൻസ് അടുത്ത ഐറ്റം സ്പോട്ട് ഡാൻസ് ആയിരുന്നു കേട്ടോ. സ്പോട്ട് ഡാൻസിന് ഈ ചേച്ചിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. നല്ല എനർജിയോടെ കളിച്ചു കേട്ടോ. സ്പോട്ട് ഡാൻസ് കളിച്ച് എല്ലാവരും എനർജിയോടെ കളിച്ചു. എന്നാലും ഫസ്റ്റ് വന്ന ചേച്ചി അത് ഫുൾ സോങ്ങും കവർ ചെയ്ത് നന്നായിട്ട് കളിച്ചു. എല്ലാവരും കളിച്ചു. പിന്നെ സ്പോട്ട് ഡാൻസ് അത് നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സോങ് ഇട്ട് കൊടുക്കുന്നത്, അവർ എന്തൊക്കെ സ്റ്റെപ്പാണ് ഇടുന്നത്, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരും കൂടി ഇതായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം ഒരു 1:30 ആ ഒരു ടൈം ആവാറായിട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും ഫുഡെന്ന് ഓർത്തിട്ട് ഞങ്ങൾക്കൊക്കെ ടെൻഷനായിരുന്നു കേട്ടോ. കാരണം കോളേജിലെ സാധാ ഫുഡാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ഫുഡെന്നൊക്കെ ഓർത്ത് ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു എപ്പോഴാണ് ഫുഡ് തരുന്നതെന്നൊക്കെ കേട്ടോ. സ്പോട്ട് ഡാൻസ് കഴിഞ്ഞ് പിന്നെ ടീച്ചേഴ്സും എല്ലാവരും കൂടെ ചുമ്മാ പാട്ട് വെച്ച് അവരെല്ലാവരും കൂടെ ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ പോയിരുന്നു. ബോയ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു പാട്ടനുസരിച്ചിട്ട്. പിന്നെ ഗേൾസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പുറത്ത്. പിന്നെ ടീച്ചേഴ്സും സാർമാരൊക്കെ മടുത്തല്ലോ. അപ്പോൾ പിന്നെ അവർ സ്റ്റേജിൽ കയറിയിരുന്ന് ഡാൻസ് കളിക്കുവാണ് കേട്ടോ. പാട്ടിട്ട് കൊടുത്തപ്പോൾ അവർ പാട്ടൊക്കെ മാറ്റി നല്ല പാട്ടിട്ടതാ ഞങ്ങൾ ഡാൻസ് കളിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫുൾ സ്റ്റേജും കവർ ചെയ്തപ്പോൾ ഓരോരോ പോർഷനിലായിട്ട് ഓരോരുത്തർ നിന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. സാറുമാരൊക്കെ ഫുൾ ഓണായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ സ്റ്റേജേ കാണാൻ പറ്റുന്നില്ല. എല്ലാ പിള്ളേരും കൂടെ ഇടിച്ച് കയറി വന്നിട്ട് മൊത്തം ഫുൾ വൈബ് ഓണായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ പോയി നിന്നിട്ടാട്ടോ മഴയ്ക്ക് വീഡിയോ എടുത്തത്. ഞാൻ കുറച്ച് നേരം ഫോൺ ഓഫ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. കുറേ പേരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ വീഡിയോ എടുക്കുന്നില്ലേ, വ്ളോഗ് എടുക്കുന്നില്ലേ, വ്ളോഗ് എടുക്കുക, ഞങ്ങളുടെ ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡായിട്ട് കാണിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. എന്നെ കളിയാക്കുന്നതാണോ ഊക്കുന്നതാണോ എന്നൊന്നും അറിയാൻ പാടില്ല. ഞാൻ പിന്നെ എൻ്റെ എനിക്ക് മടുത്തായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് നേരം വീഡിയോ എടുത്തു തന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ ടൈമായി. ഞങ്ങൾക്ക് എന്താ ഫുഡ് ശരിക്കും ഒരു റൈസും പിന്നെ മോരെല്ലാം കൂടെ മിക്സ് ചെയ്ത വേറെ റൈസ്, പിന്നെ ഈ കടലയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള കറി, പിന്നെ ജിലേബി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ലാത്ത ഇവിടുത്തെ ജിലേബിക്ക്. പക്ഷേ കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു. സാധാ ഫുഡല്ല, കുറച്ചുകൂടെ മെനു ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് അകത്തൊന്ന് കയറി നോക്കി അവിടെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയി റെഡിയായി എന്നൊക്കെ. അങ്ങനെ അവസാനം അത് റെഡിയായി. പിന്നെ വന്നിരുന്നു, ഉടനെ പ്രോഗ്രാം ആരംഭിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളെ രണ്ടാമത് ഞെട്ടിച്ചൊരു പ്രോഗ്രാമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല കൊറിയോഗ്രാഫി, എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കോൺസെപ്റ്റും ഇതും ശരിക്കും എല്ലാവരും എഴുന്നേരുന്ന് കൈയടിച്ച് നെക്സ്റ്റ് ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഈ ഡാൻസിൽ ഫ്രണ്ട് നിന്നായിട്ട് എൻ്റെ ഫ്രണ്ട് റോഷ്നി അവളെ പറയണമെന്ന് പറഞ്ഞായിരുന്നു വ്ളോഗിൽ ചൂണ്ടി കാണിക്കണമെന്ന്. പിന്നെ ഇതിൽ വേറെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരാ, പിന്നെ ഒരാളോട് ഉണ്ടെന്ന് തോന്നുന്നു, ഫർഹാന. അവൾ ഈ സൈഡിൽ എവിടെ നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. അപ്പം ഇവർ നന്നായിട്ട് ചെയ്തു കേട്ടോ. നമുക്ക് ശരിക്കും ഒരു ഫീല് കിട്ടി ആ ഒരു ഇതിൻ്റെ. എല്ലാവർക്കും അതും ഈ ഒരു ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ഫർഹാന നടുക്ക് നിൽക്കുന്നത്. എല്ലാവരും തുടങ്ങിയപ്പോൾ മുതലേ കൈയടിക്കുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആ ഒരു നമുക്കൊരു ഫീൽ കിട്ടി. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര റിസ്ക്കൊക്കെ എടുത്തിട്ടാണ് ഇവർ ചെയ്തത്. ശരിക്കും അത് നമുക്കൊരു ഇതായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് അതിനും കൈയടിച്ചു. എനിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആ ഒരു സൈഡിൽ നിന്നാണ് വീഡിയോ എടുത്തത്. അവിടെ ഇവിടെ കട്ട് ചെയ്തായിട്ട് പിന്നെ നിങ്ങൾ ഈ പോർഷൻ കാണിക്കുന്നത്. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. മൊത്തം ഒച്ചയും ബഹളവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ആയിരുന്നു.
ഇനി മൊത്തം ഗ്രൂപ്പ് ഡാൻസ് ആണ് കേട്ടോ. ഇനിയുള്ള എല്ലാ ഐറ്റംസും ഗ്രൂപ്പ് ഡാൻസ് ആണ്. എല്ലാവരുടെയും ഗ്രൂപ്പ് ഡാൻസ് കണ്ടു. ഇത് ഞങ്ങളുടെ ടീമിൻ്റെ ആണ് കേട്ടോ, കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മാം ഇങ്ങനെ വരച്ച് കാണിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ മിറർ വെക്കണം അവിടെ മിറർ വെക്കണം എന്നൊക്കെ. അപ്പോൾ മനസ്സിലായില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി. ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, കണ്ണാടിയെങ്ങാനും മറിഞ്ഞു പോവോ എന്നൊക്കെ ഉള്ള ടെൻഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ് മൈമാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും ഞാൻ ഇതുവരെ മൈം എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുഖത്തൊക്കെ കളറൊക്കെ വെച്ചൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ. എനിക്കറിയത്തില്ലായിരുന്നു മൈം എങ്ങനെയാണ്. എല്ലാ മൈമും നല്ലതായിരുന്നു കേട്ടോ. കോൺസെപ്റ്റ് എടുത്തതായാലും എല്ലാവർക്കും നല്ല വിഷമമൊക്കെ ഒരു മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഓരോ ഇതാണ്. എന്തൊക്കെയാണ്, വാറിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലഡാണെന്ന് തോന്നുന്നു ഒരു കോൺസെപ്റ്റ്. അങ്ങനെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. മൈമ് കഴിഞ്ഞ് മൈമിനും എൻ്റെ കുറേ ഫ്രണ്ട്സ് കൂടിയായിരുന്നു കേട്ടോ. പിന്നെ സോളോ ഡാൻസ് ആയിരുന്നു. അതിൽ ഈ ചേട്ടൻ നന്നായിട്ട് ചെയ്തു കേട്ടോ. പെട്ടെന്ന് സ്റ്റേജിൻ്റെ പുറത്തുനിന്ന് വന്നിട്ട് ഫുൾ ഓൺ ആയിട്ടുള്ള അവസാനം വിജയികൾക്ക് സമ്മാനം കൊടുക്കുക, കൺഗ്രാറ്റ്സ് പറയുന്ന ഇതായിരുന്നു കേട്ടോ. വിജയികളെ സ്റ്റേജിൽ വിളിച്ച് വരുത്തി. സ്പോർട്സിൻ്റെയും ഇപ്പം തന്നെയാണ് കൊടുക്കുന്നത്, കൾച്ചറിൻ്റെ ഇപ്പോൾ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. സ്പോർട്സ് ഒരാഴ്ച മുന്നേ ആയിരുന്നു, ഒരാഴ്ചയില്ല 2-3 ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ഇതൊക്കെ മെഡൽ ഇവിടെ വന്നിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ മെഡൽ ഇപ്പോഴെങ്കിലും ഒന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട് അഴിച്ച് കുറേ നാൾ ഇതിന് പുറകെ നടന്ന കേട്ടോ. നല്ല വെയിറ്റ് ആ സാധനത്തിന്, കൈ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഇതായത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഫാഷൻ ഷോ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എല്ലാവർക്കും സമ്മാനം കൊടുത്ത് കഴിഞ്ഞ് ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വന്ന ഫാഷൻ ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് മാം നേരിട്ട് ചെന്നിട്ട് ഇതാക്കി. അത് നമ്മുടെ ഈ സഞ്ചിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തു കേട്ടോ. ഇതും കൊള്ളായിരുന്നു. ഇതിൽ നടുക്ക് നിൽക്കുന്ന റോസ് കളർ എൻ്റെ കൂടെ പഠിക്കുന്ന കേട്ടോ ടിങ്കു. ലാസ്റ്റ് ഈ ഒരു ഫാഷൻ ഷോ ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും ക്ഷീണിച്ചായിരുന്നു കേട്ടോ. മീൻസ് ഇരുന്നിരുന്ന് പ്രോഗ്രാം കണ്ടിട്ടല്ല, ഇരുന്നിരുന്ന് ക്ഷീണിച്ചു. കുറേ നേരം അതിൽ ഒരേ ഇരിപ്പിരിക്കുന്നു. ടീച്ചേഴ്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചായ ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ട് കൊടുക്കും. നമുക്കൊന്നും ഇല്ലല്ലോ. നമ്മൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് കുടിച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പോലും ഇല്ലാതെ ഇരിക്കേണ്ടി വരും. ഭാഗ്യത്തിന് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എവിടെ പോയാലും ഒരു കുപ്പി വെള്ളം കരുതാറുണ്ട്. ബട്ട് അവസാനമായപ്പോഴത്തേക്കും വൈകുന്നേരം ആയില്ലേ, കുറേ പ്രാക്ടീസൊക്കെ കഴിഞ്ഞവർ വന്ന് വെള്ളം ചോദിച്ചപ്പോൾ ഞാൻ അവർക്കും കൊടുത്തു. പിന്നെ ബോയ്സിനും കുറേ പേർക്ക് വെള്ളം കൊടുത്തു. ആകെ ഒരു ബോട്ടിൽ വെള്ളമുള്ളൂ. പിന്നെ കുറച്ച് എനിക്ക് കുടിക്കാനും കിട്ടുള്ളൂ കേട്ടോ. അവസാനമായപ്പോഴത്തേക്കും ശരിക്കും മടുത്തായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് വിശക്കുമല്ലോ. പിന്നെന്താ ഇതുകൂടെ കഴിഞ്ഞാൽ പോവാലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്താ ഫാഷൻ ഷോ എല്ലാവരുടെയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ ഫാഷൻ ഷോ ക്യാൻസലാക്കി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മൊത്തം എന്താ 3 ഗ്രൂപ്പിൻ്റെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റത്തെ ആണ് ഈ ഒരു ഫാഷൻ ഷോ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ദേവിയുടെ ഗോഡ്നെസ് ആ ഒരു കോൺസെപ്റ്റിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഫസ്റ്റ് നിൽക്കുന്ന അത് ഇഷ്ടമായി. പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ആ ഒരു ഇപ്പോൾ കൾച്ചറിന് ജയിച്ച അവരുടെ സമ്മാനദാനമായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ ആ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പ് ബസ് സീനിയേഴ്സിനെയും കൊണ്ട് പോയിട്ടോ. ഇനി സെക്കൻഡ് ട്രിപ്പ് ഞങ്ങൾക്ക് കയറി പോകണം. ഒരു 5:45 ആയിട്ടോ. അപ്പോൾ അതാ ബസ്സിൽ കയറി സീറ്റ് പിടിച്ചിരുന്നു. ഇപ്പോഴാണ് സമാധാനമായത്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തണം, കുളിക്കണം, ഒന്ന് കിടക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക.